നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KS മെയിൻസ് എക്സാമിൻ്റെ ടോപ്പിക്സ് കവർ ചെയ്യുന്ന രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. KS മെയിൻസിൻ്റെ ടോപ്പിക്സ് എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയതാണ്. മെയിൻ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസിൽ നിന്നും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും കണ്ടൻറ്റും അതുപോലെ തന്നെ ആൻസർ റൈറ്റിംഗ് ടെക്നിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അപ്രോച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ KS മെയിൻസിന് നമ്മൾ ചെയ്യുന്ന പെയ്ഡ് പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻസിൻ്റെ 3 പേപ്പേഴ്സും കവർ ചെയ്യുന്ന രീതിയിലുള്ള 600 മെയിൻസ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻ. ഈ ഒരു മെറ്റീരിയലാണ് ഈ ഒരു പാക്കേജിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ഇൻ ഇന്ത്യ ഈസ് എ കോൺസിക്വൻസ് ഓഫ് സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസസ് ഓഫ് ലേറ്റർ വേദിക് സൊസൈറ്റി. എക്സ്പ്ലെയിൻ. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് റൈസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ഇൻ ഇന്ത്യ ഈസ് എ കോൺസിക്വൻസ് ഓഫ് സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസസ് ഓഫ് ലേറ്റർ വേദിക് സൊസൈറ്റി. ലേറ്റർ വേദിക് സൊസൈറ്റിയിലെ സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസസിൻ്റെ ഒരു അനന്തരഫലമാണ് ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും ഇന്ത്യയിലെ തുടക്കമെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ കീവേഡ്. ഈ ഒരു ക്വസ്റ്റ്യനിലെ കീവേഡ് എന്താണെന്ന് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിലെ കീവേഡ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ആണ്. നമ്മുടെ ആൻസറിൽ നമ്മൾ ചെയ്യേണ്ടത് ലേറ്റർ വേദിക് സൊസൈറ്റിയിലെ സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസ് കാരണം എങ്ങനെയാണ് ബുദ്ധിസവും ജൈനിസവും ഇന്ത്യയിൽ ഉണ്ടായതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ക്വസ്റ്റ്യൻ കീവേഡിൽ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം ഈ ഒരു ആൻസറിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും ഒന്ന് റഫായിട്ടൊരു ഐഡിയ വേണം. ഒന്ന് റിജിഡ് കാസ്റ്റ് സിസ്റ്റം. നമുക്കറിയാം ഏർലി വേദിക് സൊസൈറ്റിയിൽ നിന്നും ലേറ്റർ വേദിക് സൊസൈറ്റിയിലേക്ക് കടന്നപ്പോഴേക്കിന് വർണ്ണ സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം വളരെ റിജിഡായിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം കാരണം ആളുകൾക്കുള്ള സോഷ്യൽ മൊബിലിറ്റി നഷ്ടപ്പെടുകയുണ്ടായി. അതായത് ആ ഒരു കാസ്റ്റ് സിസ്റ്റം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ജോലിക്കപ്പുറം അതിലും നല്ലൊരു ജോലിയിലേക്കുള്ള ഒരു വളർച്ച അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ സോഷ്യൽ മൊബിലിറ്റിക്കുള്ള ഒരു അവസരമാണ് നിഷേധിക്കപ്പെടുന്നത്. മറ്റൊരു പോയിന്റ് ഉപയോഗിക്കാവുന്നത് ബേർഡൻ ഓഫ് റിച്വൽസ്. നമുക്കറിയാം ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ പ്രാർത്ഥനാ രീതികളും റിച്വൽസും ഒക്കെ ഭയങ്കരമായി കോംപ്ലക്സ് ആയി. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ റിച്വൽസും റിലീജിയസ് പ്രാക്ടീസും ഒക്കെ ആളുകൾക്ക് കുറേയും കൂടെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായി. അടുത്തത് ലിമിറ്റഡ് ആക്സസ്. ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ പുരോഹിതർക്ക് ഭയങ്കരമായ ഒരു ഡോമിനേഷനും ഭയങ്കരമായ ഒരു പവർ വരികയും അതുപോലെ തന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ കൂടുതലും സംസ്കൃതത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും ഇതിലേക്കുള്ള ഒരു ആക്സസ് കുറയുകയാണ്. അടുത്തത് വുമൻ സ്റ്റാറ്റസ്. നമുക്കറിയാം ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് സൊസൈറ്റിയിലുള്ള പ്രാധാന്യം വളരെ രീതിയിൽ കുറയുകയും സതി പോലുള്ള ആചാരങ്ങളൊക്കെ സൊസൈറ്റിയിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അടുത്തത് സെർച്ച് ഫോർ സിംപ്ലിസിറ്റി. വളരെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിസത്തിലേക്കും ജൈനിസത്തിലേക്കും സാധാരണക്കാരെ അടുക്കുകയുണ്ടായി. സോ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ്. അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ നോക്കാം. നമ്മൾ ആൻസർ ചെയ്യുമ്പോഴേക്കിനും ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതിയാൽ പോരാ, പ്രോപ്പർ സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതണം. ഫസ്റ്റ് പോയിന്റ്, റിജിഡ് വർണ്ണ സിസ്റ്റം. ദ ഹെറിഡിറ്ററി കാസ്റ്റ് സിസ്റ്റം റെസ്ട്രിക്റ്റഡ് സോഷ്യൽ മൊബിലിറ്റി കോസിംഗ് റിസെൻമെൻറ്റ് എമംഗ് ലോവർ വർണ്ണാസ് ആൻഡ് ലീഡിംഗ് ദം ടു സീക്ക് ഓൾട്ടർനേറ്റീവ് പാത്ത്സ്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അടുത്തത് ഡിക്ലൈൻ ഇൻ വുമൻ സ്റ്റാറ്റസ്. വുമൻ were excluded from public life, denied property rights and subject to child marriage and sati, prompting a need for reform. അടുത്തത് burden of rituals. Expensive and complex sacrifices led to domination by Brahmins which caused dissatisfaction among common people. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള റിച്വൽസും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റിച്വൽസൊക്കെ വരുമ്പോൾ സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കാത്തൊരവസരം വന്നു. അടുത്ത എക്സ്ക്ലൂഷൻ ഫ്രം റിലീജിയൻ, അതായത് ലിമിറ്റഡ് ആക്സസ്. കോമൺ പീപ്പിൾ ഹാഡ് ലിമിറ്റഡ് ആക്സസ് ടു റിലീജിയസ് നോളജ് വിച്ച് റിമെയിൻ കൺഫൈൻഡ് ടു സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആൻഡ് പ്രീസ്ലി കൺട്രോൾ. നമുക്കറിയാം പ്രീസ്ലി ക്ലാസ്സിൻ്റെ ഡോമിനേഷനും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളൊക്കെ ആക്സസ് നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അടുത്തത് സെർച്ച് ഫോർ സിംപ്ലിസിറ്റി. ബുദ്ധിസം ആൻഡ് ജൈനിസം ഓഫേർഡ് സിമ്പിൾ ടീച്ചിങ്സ്, non-violence, equality and personal discipline without priestly mediation. സോ ബുദ്ധിസവും ജൈനിസവും വളരെ സിമ്പിളായിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസസ് ആയിരുന്നു. ബുദ്ധിസം ആൻഡ് ജൈനിസം ഓഫർ സിമ്പിൾ ടീച്ചിങ്സ്, നോൺ വയലൻസ്, ഇക്വാലിറ്റി ആൻഡ് പേഴ്സണൽ ഡിസിപ്ലിൻ വിത്തൗട്ട് പ്രീസ്ലി മീഡിയേഷൻ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു പോയിൻറ്റ്സ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ്റെ വേർഡും മാർക്ക് റിക്വയർമെൻറ്റും അനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
സോ രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ പാരഗ്രാഫ് ഫോർമാറ്റിൽ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള പോയിന്റ് ഫോർമാറ്റിലും കൊടുക്കാവുന്നതാണ്. കാര്യം കുറച്ചും കൂടി സ്പീഡിൽ എഴുതണമെങ്കിൽ ഇതുപോലുള്ള പോയിന്റ് ഫോർമാറ്റിൽ പ്രോപ്പർ സെൻറ്റൻസുകൾ ഉപയോഗിച്ച് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എഴുതുവാണെങ്കിൽ രണ്ട് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 1 ലൈൻ ഇൻട്രൊഡക്ഷനും ഒരു 1 ലൈൻ കൺക്ലൂഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി മെയിൻ ബോഡി ഈ പറയുന്ന പോയിന്റ് ഫോർമാറ്റിൽ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഒരു 1 ലൈൻ ഇൻട്രൊഡക്ഷനും ഒരു 1 ലൈൻ കൺക്ലൂഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് കരുതുന്നു. ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സുകളൊക്കെ ഓർത്ത് വെക്കുക. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.